ഗൈസ്, ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് വേറൊന്നുമില്ല, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. രാവിലെ കാപ്പിയൊക്കെ കുടിച്ചോ? നമ്മളിപ്പോൾ രാവിലെ വലയെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ എടുക്കുന്നൊരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അശ്വിനും ആയിരം ഇവിടെ ആ വലയിലൊരു മൂന്ന് ഞണ്ടെങ്ങാണ്ടുണ്ടായിരുന്നു. ആ ഞണ്ടിൻ്റെ കടി മേടിക്കാനുള്ള പരമാവധി പരിപാടി നോക്കുന്നുണ്ട് രാവിലെ ഇരുന്നുകൊണ്ട്. അപ്പം നമുക്ക് എങ്ങനെ വല ആദ്യം നൂർക്കാം. എല്ലാ ദിവസവും നല്ല അടിപൊളിയായിട്ട് മീൻ കിട്ടുന്നതാണ്. ഇന്ന് എന്തോ മീൻ കുറഞ്ഞു പോകും. കൊണ്ടുവന്നപ്പോൾ ജീവനുണ്ടായിരുന്നു, ചത്തു. ഞണ്ടിന് ജീവനുണ്ട് കേട്ടോ. ഇറങ്ങാൻ പറ്റത്തില്ല. അച്ഛൻ മിക്കവാറും ഞണ്ടിന്റെ കടി മേടിക്കാൻ സാധ്യതയുണ്ട്. ഇതിനൊന്നും കുടുങ്ങിയിട്ടില്ല, തല മാത്രം കൈക്കണ പട്ടുവോ. അയ്യോ, മൂന്ന് പരള് മാത്രമേ ഉള്ളൂ ഗൈസ്. എന്റെ കൈ പിടിക്കാൻ പോവാണ്. 3 പരളും 2 ഞണ്ടും. ഞണ്ടിന് ജീവനുണ്ട്. മിക്കവാറും ഒമാർ രണ്ടുപേരും ഞണ്ടിന്റെ കടി മേടിക്കും കേട്ടോ. എനിക്ക് കടി മേടിച്ചാൽ തന്നെ ഇറങ്ങാൻ ഇതിന് ഒരു കണ്ണ് തന്നെ പറ്റി. ഇറങ്ങ്. അയ്യോ കൈ കൊണ്ട് വെച്ച് കൊടുത്തോളാം. ഇതാണ് ഗാസ് ഞണ്ട് വെച്ച് കൊടുത്ത് നല്ല കുരുക്കായി വള്ളി കിടിക്ക് വെച്ചേക്കോണ്. അമ്മ പരലാണ്, പരൽ കണ്ടോ. തവള വയ്ക്കുന്നേ കിട്ടിയത് ഏതാ? അമ്മ തവള എത്തൂലല്ല അമ്മ ഞണ്ടിന്റെ അച്ഛ. ചന്ദ്രന്റെ കുറെ അടി കിട്ടുന്നുണ്ട്. തല പൊട്ടിത്തെറിച്ചാലേ രണ്ടാമത്തെ മീനെ എടുക്കുന്നു.
എന്തുകൊണ്ടാ വലിയ കുതിരയാണ് ചാടിക്കും? മൂന്നാമത്തെ മീൻ എടുത്തിരിക്കുകയാണ്. നീ എഴുതിച്ചോളൂ, ഞാൻ പൂവത്തിന് ഞണ്ടാണ് ഗായ്സ്. ഞണ്ടിന് ജീവനുണ്ട്. എനിക്ക് ഞണ്ടിന്റെ കടി മേടിക്കാൻ പറ്റത്തില്ല. നമ്മുടെ രണ്ടിട്ട് കയ്യെ പിടിച്ച് ചമക്കി അത് നമ്മൾ ഇതിന്റെ കാല് ഒടിച്ചിട്ട് എടുക്കാം. കാലൊടിക്കുന്നില്ല എത്ര അമ്മേ? ഒടിക്കുന്നേ അപ്പൊ ഞാനും എടുക്കുവോ? ഞാൻ അടിക്കാം. ഞണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഇനിയിപ്പം വല നൂർത്ത് ശരിയാക്കി കെട്ടി വെക്കണം. എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.